അപ്പൊ ഞാൻ അത്യാവശ്യം ചില ഹെൽപ്പുകൾ വേണ്ടി വരുമ്പോൾ ഓരോരുത്തരോട് ചോദിക്കും. അപ്പൊ പറയണമെങ്കിൽ ശ്രദ്ധിച്ചിരുന്നാലേ കാര്യം പിടികിട്ടത്തുള്ളൂ. നോക്കിയേ, ചോദ്യം എന്താണ്? ഇൻ ദ ഫിഗർ എ കോമ ബി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ സെന്റേഡ് അറ്റ് ഒറിജിൻ. അതായത് ഒറിജിൻ സെന്റർ ആക്കിക്കൊണ്ട് ആധാര ബിന്ദുവിനെ കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മൾ ഒരു വൃത്തം വരച്ചിരിക്കുന്നു, ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു. ആ സർക്കിളിലെ ആ വൃത്തത്തിലെ രണ്ട് പോയിന്റുകളാണ്, രണ്ട് ബിന്ദുക്കളാണ് ആരൊക്കെ? എയും. സംശയം എന്തെങ്കിലും ഉണ്ടോ? എന്ത് ഈ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമ്മുടെ എക്സ് ആക്സസും വൈ ആക്സസും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിന്റെ പേരാണ് ഒറിജിൻ, ആധാര ബിന്ദു. ആ പോയിന്റിൽ കോമ്പസിന്റെ മുന കുത്തിയാണ് ഈ സർക്കിൾ എന്ത് ചെയ്തേക്കുന്നത്. ഇനി ഇത് കൂടാതെ നിങ്ങൾ ഈ പടത്തിൽ ശ്രദ്ധിച്ചു നോക്കാവുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ എക്സ് ആക്സിസിൽ ഈ സർക്കിൾ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അവിടെ ഒരു പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഏതാണ്? സി. ആ സിയുടെ കോർഡിനേറ്റ് എത്രയാണ്? അവിടെ നിന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പറയാം. എന്തോ അത്? ഇതിന്റെ റേഡിയസ്, ഈ സർക്കിളിന്റെ റേഡിയസ്, ഈ വൃത്തത്തിന്റെ ആരം എത്രയാണ്? 4 ആണ്. ഇതിൽ ആർക്കൊരു സംശയമുണ്ടോ? ഇല്ല. ഇവിടെ വരെ ഓക്കെ ആണല്ലോ. ഇനി എന്താണ് അടുത്ത കാര്യം? ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് സി ഈസ് 40. സി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആദ്യത്തെ 40 ആണ്. എങ്കിൽ ചോദ്യം പിന്നെ പറഞ്ഞിരിക്കുന്നു, ആംഗിൾ എ ഒ സി എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. ഏതാണ് എ ഒ സി? എ ഒ സി. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ കോഓർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് എ കോമ ബി. എയുടെയും ബിയുടെയും കോഓർഡിനേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സെക്കൻഡ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ലൈൻ എ ബി. ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ എന്ത് കണ്ടുപിടിക്കണം? ലെങ്തും കണ്ടുപിടിക്കണം. ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പുസ്തകം ഒന്ന് മോഡിഫൈ ചെയ്തപ്പോൾ അവർ ആ കണക്കെടുത്ത് കളഞ്ഞു. എന്നിട്ട് ആ കണക്കെടുത്ത് വെച്ച് ഈ വർഷം പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിരിക്കുന്നു ചോദിച്ചില്ല. അപ്പൊ ഇത് ഏത് പാഠത്തിലെ ചോദ്യം? കോഓർഡിനേറ്റ്. ഏത് പാഠമാണ്? പക്ഷെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെയും കൂടെ സഹായം വേണം? ട്രിഗണോമെട്രിയുടെയും കൂടെ സഹായം വേണം. ആരുടെയും കൂടെ സഹായം വേണം? അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടി, വേണ്ടി എയിൽ നിന്ന് എക്സ് ആക്സിസിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. എയിൽ നിന്ന് എക്സ് ആക്സിസിലോട്ട് എന്ത് വരയ്ക്കുന്നു? ഒരു പെർപെൻഡിക്കുലർ. ആ പെർപെൻഡിക്കുലറിന് നമ്മൾ എന്ത് പേരിടുന്നു? എ എം. എന്ത് പേരിട്ടോ? അപർണേ, ഇതേ ഫോട്ടോസ്റ്റാറ്റ് നമ്മൾ ഇപ്പുറത്തോടെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ആൻസർ ആയി കഴിഞ്ഞു. ആദ്യത്തെ പാർട്ട് ക്ലിയർ ആയിക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഈ പടത്തിൽ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടും, ഒരു മട്ട ത്രികോണം കിട്ടും അല്ലേ? എന്താണ് അതിന്റെ പേര്? എ എം ഒ. എമ്മിൽ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. എമ്മിൽ എത്ര ഡിഗ്രിയാണ്? ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാമെങ്കിൽ അതുകൂടെ പറയുക. ഓയിൽ എത്ര ഡിഗ്രി? 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എയിൽ എത്ര ഡിഗ്രി? വേറെ എന്തെങ്കിലും പോലും അറിയാവോ? ഇതിന്റെ റേഡിയസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, 4 ആണ്. ഈ സർക്കിളിന്റെ റേഡിയസ് ഈ പടം അനുസരിച്ച് ആരൊക്കെയാ? ഒന്നുകിൽ ഒ എ, അല്ലെങ്കിൽ ഒ ബി, അല്ലെങ്കിൽ ഒ സി. ഇത് മൂന്നും ആരാണ്? റേഡിയസ്. അപ്പൊ നമ്മുടെ പടത്തിൽ കിടക്കുന്ന ഒ എ എത്ര ആയിരിക്കും? 4. ഇത്രയും ഇൻഫർമേഷൻ എഴുതിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ആംഗിളുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡുകൾ, വശങ്ങൾ 1:√3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ 30ന്റെ ഓപ്പോസിറ്റ് വേണം 1 വരാൻ. നമ്മുടെ പടത്തിൽ 30 എവിടാ കിടക്കുന്നേ? എയിൽ. അതിന്റെ ഓപ്പോസിറ്റ്
OM. ആ OM എത്രയാണെന്ന് അറിയാമോ? അറിയത്തില്ല. 60ന്റെ ഓപ്പോസിറ്റ് വേണം √3 വരെ. നമ്മുടെ പടത്തിൽ 60 എവിടെ കിടക്കുന്നു? Oയിൽ. അതിന്റെ ഓപ്പോസിറ്റ് AM. അതെത്രയാണെന്നറിയാവോ? ഇല്ല. 90ന്റെ ഓപ്പോസിറ്റ് ആണ് 2 വരേണ്ടത്. നമ്മുടെ പടത്തിൽ 90 എവിടെ? M-ല്. അതിന്റെ ഓപ്പോസിറ്റ് OA. അതെത്രയാണെന്നറിയാവോ? അതെത്രയാണെന്നറിയാം? 2ന്റെ സ്ഥാനത്ത് എത്ര വന്നിരിക്കുന്നു? 4. ഇത് 2 4 മാറി. 2 4 മാറണമെങ്കിൽ മാറണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് റേഷ്യോയാണ്, ഒരു അംശബന്ധമാണ്. അപ്പൊ ഒരാളെ മാത്രമായിട്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ പറഞ്ഞാട്ടെ, 1 × 2 2, √3 × 2. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആരുടെ കോർഡിനേറ്റ് എഴുതാം? ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആരുടെ കോർഡിനേറ്റ് എഴുതാം? എയുടെ കോർഡിനേറ്റ് എഴുതാം. നോക്കിക്കോളൂ. കോർഡിനേറ്റ് ഓഫ് എ. ആദ്യം നമുക്ക് എക്സ് കോർഡിനേറ്റ് അല്ലേ വേണ്ടത്? എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ O തൊട്ട് M വരെയുള്ള ദൂരമല്ലേ അതിന്റെ എക്സ് കോർഡിനേറ്റ്, എക്സ് ദൂരം എന്ന് പറയുന്നത്. അപ്പോ OM, കോമ. ഇനി അതിന്റെ Y കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ മുകളിലേക്കുള്ള പൊക്കമല്ലേ, അതാരാ? AM. ഇത് രണ്ടും എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നോ? കണ്ടുപിടിച്ചു. OM എത്ര? 2. AM എത്ര? 2√. ഒരു കാര്യം കൂടി നോക്കണം. ഈ A എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? നിങ്ങളിപ്പോ പറയും ഓൺ ദ സർക്കിൾ ആന്ന് പറയും. അതല്ല ചോദ്യം. വേറൊരു വാക്ക്. ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്? ഏത് ക്വാഡ്രന്റിൽ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ. ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിന്റുകളുടെ പ്രത്യേകത, 2 പേരും പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ കിട്ടിയ 2ഉം 2√3 പോസിറ്റീവ് ആണോ? ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എയുടെ കോർഡിനേറ്റ് എന്താണ്? 2,2√3 ആണ്. 2, അടുത്ത പാട്ടിലിറക്കൽ സംശയമുണ്ടോ? ഇല്ല. ഇങ്ങനെ ഉത്തരം കിട്ടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈ ഉയർത്തിക്കേ. ഓക്കെ, ബാക്കിയുള്ളവർ റെഡിങ്കിൽ വേഗം എഴുതിയെടുത്തോ. അക്ഷയക്ക് ഫസ്റ്റ് പാർട്ട് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് ചെയ്യാൻ നേരത്ത് ആദ്യം എന്തോ ചെയ്ത പരിപാടി? എയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്? ബിയിൽ നിന്ന് എക്സിലോട്ട് എന്ത് വരയ്ക്കണം? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ആ പെർപെൻഡിക്കുലറിന് പെർപെൻഡിക്കുലറിന് N എന്ന് പേര് കൊടുക്കാം. ആ പെർപെൻഡിക്കുലർ എന്ത് പേര് കൊടുക്കാം? അപ്പൊ ഇവിടെ എത്ര ഡിഗ്രി? അപ്പൊ നിങ്ങൾക്ക് വീണ്ടും മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടുന്നു. എന്തോ അതിന്റെ പേര്? ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പേര് BNO. എവിടാണ് 90 ഡിഗ്രി? എന്നിൽ. ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ അറിയാമെങ്കിൽ അതുകൂടെ എഴുതണം. ഇവിടെ ഒരു 60 ഡിഗ്രി ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ പണ്ട് 7ാം ക്ലാസ്സിൽ പഠിച്ചതനുസരിച്ച് അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ കിടക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെയാണ് ഇത് 60 ഡിഗ്രി വരുമ്പോൾ ഇത് 60 ഡിഗ്രി ആകുന്നത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. വെർട്ടിക്കലി മലയാളത്തിൽ പറയും എതിർ കോണുകൾ എന്ന് പറയും. എന്ത് പറയും? അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ്? 60. അപ്പൊ ഇത് എത്ര ഡിഗ്രി? ഇതിൽ ആർക്കെങ്കിലും സംശയം ഇല്ല. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും മെഷർമെന്റ് അറിയാമോ? റേഡിയസ് അറിയാം. റേഡിയസ് എത്ര? 4. നമ്മൾ ഇപ്പൊ വരച്ചു വെച്ചിരിക്കുന്നതിനകത്തിലെ റേഡിയസ് എന്ന് വിളിക്കാവുന്ന ആള് OB എത്രയാണ്? 4. വീണ്ടും ട്രിഗണോമെട്രിയുടെ ഐഡിയ പറഞ്ഞാട്ടെ. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനാണെങ്കിൽ അതിന്റെ സൈഡുകൾ 1:√3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ആയിരിക്കും.
30ന്റെ ഓപ്പോസിറ്റ് ഒന്ന് വരണം. നമ്മുടെ പടത്തിൽ 30 എവിടാണ്? ഡിയില്. അതിന്റെ ഓപ്പോസിറ്റ് ON. ON. ആ ON എത്രയാണെന്നറിയാവോ? ഇല്ല. 60ന്റെ ഓപ്പോസിറ്റ് √3. നമ്മുടെ പടത്തിൽ 60 എവിടാ? Oയില്. അതിന്റെ ഓപ്പോസിറ്റ് BN. അതെത്രയാണെന്നറിയാമോ? ഇല്ല. 90ന്റെ ഓപ്പോസിറ്റ് 2 വരണം. നമ്മുടെ പടത്തിൽ 90 എവിടാണ്? എന്നില്. അതിന്റെ ഓപ്പോസിറ്റ് OB. അതെത്രയാണ്? മുമ്പത്തെ കൂട്ട് തന്നെ. 2 എത്രയായി മാറിയിരിക്കുന്നു? 2 4 മാറണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഒരാളെ മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബാക്കി എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. പറഞ്ഞാട്ടെ. 1 × 2 √3 × 2. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആരുടെ കോർഡിനേറ്റ് എഴുതാം? ഡിയുടെ കോർഡിനേറ്റ് എഴുതാം. പറഞ്ഞാട്ടെ. കോഓർഡിനേറ്റ് ഓഫ് ബി ഈക്വൽ. ആദ്യം നമ്മൾ അതിന്റെ എക്സ് കോർഡിനേറ്റ് എഴുതണം. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലുള്ള ദൂരം. അതാരാണ്? ON. 2 അതിന്റെ വൈ കോർഡിനേറ്റ്, വൈ ദൂരം, അതായത് ഈ താഴോട്ടുള്ള ഈ താഴ്ച. അതാരാ? BN. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ON എത്രയാണ്? 2. BN എത്രയാണ്? ഇനി അവിടാണ് ഒരു ചെറിയ പ്രശ്നമുള്ളത്. ബി എന്ന് പറയുന്ന പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്? മൂന്നാമത്തെ ക്വാഡ്രന്റ്. മൂന്നാമത്തെ ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റുകളുടെ പ്രത്യേകത രണ്ടുപേരും നെഗറ്റീവ് ആയിരിക്കും. അപ്പോ -2, അപ്പൊ ഇതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിടണം ബി ലൈസ് ഇൻ ദി തേർഡ്. അതുകൊണ്ടാണ് ബിയുടെ കോർഡിനേറ്റ് എഴുതിയപ്പോ ആദ്യം രണ്ടുപേരും പോസിറ്റീവായിട്ട് എഴുതിയിട്ട് പിന്നെ എഴുതിയപ്പോൾ ഹാഫിസെ നമ്മൾ രണ്ടുപേരെ എന്തായിട്ട് എഴുതിയത്? നെഗറ്റീവായിട്ട് എഴുതിയത്. ഇങ്ങനെ ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാട്ടെ. ആരില്ല. അപ്പൊ ബി പാർട്ട് എഴുതിയാട്ടെ. അക്ഷയക്ക് അതിന്റെ ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിച്ച മനസ്സിലായോ? മനസ്സിലായി സാർ. എഴുതിയാട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ AB. AB എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് എന്ത് ചെയ്യണം? നമ്മൾ സാധാരണഗതി ചിന്തിക്കുന്ന ഇങ്ങനെയാണ്. ആദ്യത്തേത് ചെയ്തപ്പോ എയുടെ കോർഡിനേറ്റ് കിട്ടി. രണ്ടാമത്തേത് ചെയ്തപ്പോ ബിയുടെ കോർഡിനേറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ AB-യുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? √(x1 - x2) + y1 - y2) തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പ്രോബ്ലത്തിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. വളരെ നിസ്സാരമായിട്ട് AB-യുടെ ലെങ്ത് പറയാം. ആർക്കെങ്കിലും പറയാവോ എങ്ങനെയാണ്? AB എന്ന് പറഞ്ഞാൽ OA + OB അല്ലേ? OAയും OBയും കൂടെ കൂട്ടുന്നതാണ് ആരുടെ നീളം? AB-യുടെ നീളം. അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം? AB ഈക്വൽ OA + OB. ഇതിൽ OA എത്ര? 4. ആര് പറഞ്ഞു? OA എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ് കേട്ടോ ഉണ്ണികൃഷ്ണൻ. അപ്പൊ റേഡിയസ് എത്ര ഉണ്ട്? 4 ഉണ്ട്. പ്ലസ് OB എന്ന് പറയുന്നതും സർക്കിളിന്റെ റേഡിയസ്, വൃത്തത്തിന്റെ ആരവാ, അതും എത്ര ഉണ്ട്? 4. അപ്പൊ 4 + 4 = 8 യൂണിറ്റ് ആണ് ആരുടെ ലെങ്ത്? AB-യുടെ ലെങ്ത്. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എഴുതട്ടെ ബി പാർട്ടിന് ആൻസർ. അക്ഷയക്ക് ബി പാർട്ട് മനസ്സിലായോ? മനസ്സിലായി സാർ.
ആ എന്താണ് 14ാമത്തെ ക്വസ്റ്റ്യൻ? 14ാമത്തെ ചോദ്യം എന്താണ്? ഡ്രോ കോഓർഡിനേറ്റ് ആക്സസ്. എന്ത് വരയ്ക്കണം? കോഓർഡിനേറ്റ് ആക്സസ് വരയ്ക്കണം. എന്നിട്ട് മാർക്ക് ദ പോയിന്റ്സ്. എന്നിട്ട് അവർ ചില പോയിന്റുകൾ നമുക്ക് തന്നിട്ടില്ലയോ? ഏതൊക്കെയാ പോയിന്റ്? എ 5 3, ബി 0 3, സി -2 -1, ഡി 3 -1. ഇത്രയും പോയിന്റുകളെ കോഓർഡിനേറ്റ് ആക്സസ് വരച്ചിട്ട് എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. ഈ ആദ്യത്തെ പോയിന്റ് കണ്ടോ? 5 3. അതെവിടെ വരും? ഫസ്റ്റ് ക്വാഡ്രന്റ്. രണ്ടാമത്തെ പോയിന്റ് കണ്ടോ? 0 3. അതെവിടെ വരും? ഏത് ആക്സസ്? വൈ ആക്സസ്. എങ്ങനെ മനസ്സിലായി? എക്സ് കോർഡിനേറ്റ് 0 ആണ്. അടുത്ത പോയിന്റ് -2 -1, തേർഡ് ക്വാഡ്രന്റ്. അടുത്ത പോയിന്റ് 3 -1, ഫോർത്ത്. അപ്പൊ ഫസ്റ്റിൽ ആളുണ്ട്, തേർഡിൽ ആളുണ്ട്. അപ്പൊ നമ്മള് 4 ക്വാഡ്രന്റ് വരത്തക്ക വിധത്തിൽ വേണം നമ്മുടെ പടം വരയ്ക്കാൻ. നിങ്ങളിത് വരയ്ക്കുമ്പോ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം. എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ്, ഒറിജിൻ. ഇനി എക്സ് വില ഒന്ന് വായിച്ചേ. 5 0 -2 3. ഇതിലെ വലിയ വില എത്ര? ഇതിലെ വലിയ വില 5. അപ്പൊ എക്സ് ആക്സസിൽ എവിടെ വരെ മാർക്ക് ചെയ്യണം? 1 2 3 4 5. വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ കൂട്ടി 6 വരെ മാർക്ക് ചെയ്യും. ഇടത്തോട്ട് എവിടം വരെ വരണം? എക്സ് ആക്സസ് 5 0 -2 3. അപ്പൊ ഇടത്തോട്ട് എവിടം വരെ വരണം? അതുകൊണ്ട് 5 0 -2 3. ഇടത്തോട്ട് എവിടം വരെ വരണം? -2 വരെ. അപ്പൊ -1 -2. വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ കൂട്ടി -3. ഇനി എല്ലായിടത്തെയും വൈ കോർഡിനേറ്റ് ഒന്ന് വായിച്ചേ. 3 3 -1 -1, 3 3 -1, കുറച്ച് -1 -1. അപ്പൊ വൈ ആക്സിസ് മുകളിലോട്ട് എവിടം വരെ പോണം? വൈ ആക്സിസ് മുകളിലോട്ട് എവിടം വരെ പോണം? 3 വരെ. എവിടം വരെ പോണം? 3 വരെ. അപ്പൊ 1 2. വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ കൂട്ടി. ഇനി താഴോട്ട് 3 3 -1 -1. എവിടം വരെ? 3 വരെ. താഴോട്ട് -1. ഒരു പോയിന്റ് കൂടെ കൂട്ടി -2. ഓക്കെ. അടുത്ത പോയിന്റ് 5 3 എവിടെ വരും? എക്സ് ആക്സിസിലെ 5ഉം വൈ ആക്സിസിലെ 3ഉം കൂടി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത്? എയുടെ കോർഡിനേറ്റ് 5 3. രണ്ടാമത്തെ പോയിന്റ് വായിച്ചാട്ടെ. 0 3. അതെവിടെ വരും? 0 3 വൈ ആക്സിസിലെ 3. വൈ ആക്സിസിലെ 3A ആണ് നമ്മൾ എന്ത് എഴുതുന്നത്? 0 3 ആണോ? അപ്പൊ ഈ പോയിന്റ് ബി. -2 -1, -2 -1. -2 -1 താഴെയൊന്നു തേർഡ് ക്വാഡ്രന്റിൽ -2ഉം -1 കൂടെ കൂട്ടിമുട്ടുന്നത് ഈ പോയിന്റ് ആണ് സി ആണോ? അടുത്ത പോയിന്റ് ഡി 3 -1. പറഞ്ഞാട്ടെ. എക്സ് ആക്സിസിലെ 3ഉം വൈ ആക്സിസിലെ -1 കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിന്റെ പേരാണ് ഡി. 4 പോയിന്റ് മാർക്ക് ചെയ്തത് മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സെക്കൻഡ്. അപ്പൊ ഇനി എന്ത് വേണ്ടത്? ഇവരെ അടയാളപ്പെടുത്തി എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവരെ ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെയാണോ നിങ്ങൾക്ക് ഫിഗർ കിട്ടിയത്? ആണ്.
ഓക്കെ, എന്താണ് ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ ക്വാഡ്രിലാറ്ററൽ എന്ത് ഷേപ്പിലായിരിക്കും? പാരലലോഗ്രം. എന്താണ്? അപ്പോൾ പാരലലോഗ്രത്തിന്റെ ഏരിയ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തിന്? 10ാം ക്ലാസ്സിൽ തന്നെ ട്രിഗണോമെട്രിക്കകത്തിലെ പല കണക്കിന് പഠിച്ചിട്ടുണ്ട് പാരലലോഗ്രത്തിന്റെ ഏരിയ. BH. എന്താണ് BH എന്ന് വെച്ചാൽ ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ പടത്തിലെ ബേസ് എന്ന് പറയുന്നത് C തൊട്ട് D വരെയോ അല്ലെങ്കിൽ B തൊട്ട് A വരെയോ ഉള്ള ദൂരമാണ്. എത്ര? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം. 1, 2, 3, 4, 5. എത്ര വരും അത്? അതിന്റെ ബേസ് എത്ര വരും? ബേസ് എത്ര വരും? 5 ഇൻറ്റു ഇതിന്റെ ഹൈറ്റ്. ഈ 2 പാരലൽ സൈഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഹൈറ്റ്. അതെത്ര വരും നോക്കിക്കേ. 1, 2, 3, എത്ര യൂണിറ്റ്? 4 യൂണിറ്റ്. സോ 5 × 4 = 20 സ്ക്വയർ യൂണിറ്റ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ബുക്കോർ നോക്കിക്കേ ആൻസർ ശരിയാണോന്ന്. അക്ഷയുടെ ആൻസർ ശരിയാണോ? ശരിയാ സർ. ബുക്ക് അടച്ചു വെക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കും. 15ാമത്തെ ചോദ്യം ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം? അതും അറിയത്തില്ല. അരിത്തമെറ്റിക് സീക്വൻസ് ആരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് 15ന്റെ 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? 15ന്റെ 1ാമത്തെ സബ് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചേക്കുന്നത്? 1 + 2 + 3 + എക്സെട്രാ +30. 1 തൊട്ട് 30 വരെയുള്ള തുടർച്ചയായ കോൺസിക്യൂട്ടീവായ നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യകളുടെ സമ്മ്, തുക. അതിനൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1 + 2 + 3 + എക്സെട്രാ +n = n = n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ, ഇതിൽ n എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും അവസാനത്തെ ആളാണ്. അപ്പൊ ഇവിടെ എന്തോ ഒരു ഉത്തരം 30 ഇൻറ്റു 30 + 1/2. ഈ 30ഉം ഈ 2ഉം കൂടെ വെട്ടിയാൽ 15 എന്ന് കിട്ടും. ആണോ? 15 ഇൻറ്റു 31 എത്രയുടെ ആൻസർ? 465. 465 ആണോടെ? ആണോ? ഫസ്റ്റ് പാർട്ടിന് ആൻസർ കിട്ടിയോ? ഫസ്റ്റ് പാർട്ടിന് ആൻസർ കിട്ടിയോ? കിട്ടിയില്ലേ? കിട്ടിയെന്നോ ഇല്ലെന്നോ? ഇല്ല. കിട്ടിയാലും ഇല്ലെങ്കിൽ ഇപ്പൊ നിയമം ചെയ്താൽ മതി. എന്താണ് അതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ? എന്താണ് അതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ? ദി ഓൾജിബ്രൈക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2n+1. അതായത് ഏതോ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയുടെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് ബീജഗണിത രൂപം. അതിനെ നമ്മൾ സാധാരണഗതിയിൽ എഴുതുന്നത് xn എന്ന്. അങ്ങനെ എഴുതുന്നത് xn = എത്ര അനുഷ പറയുന്നത്? 2n+1 എന്ന്. 2n+. എന്തോ ചോദ്യം? കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിലെ ആദ്യത്തെ 30 ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കാം. എത്ര ടൈമിന്റെ സമ്മാണ്? 2 രീതി കണ്ടുപിടിക്കാം. ഒന്ന്, Sn = n/2 ഇൻറ്റു x1 + xn. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് ടേമും അറിയണം, ലാസ്റ്റ് ടേമും അറിയണം. അപ്പൊ ഇതൊക്കെ അറിയാൻ വല്ല മാർഗമുണ്ടോ നമ്മുടെ പ്രോബ്ലം അനുസരിച്ച്? സം =
Sn ഈക്വൽ n/2 ഇൻറ്റു x1 പ്ലസ് xn. എത്ര പേരുടെ സമ്മാണ്? 30 പേരുടെ സമ്മ. അപ്പോൾ S30 ഈക്വൽ 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം ക്വസ്റ്റ്യനകത്തിലുണ്ട്. അതിനകത്തിൽ നിന്ന് ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് വരാം 1 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്ത് പറഞ്ഞാട്ടെ. 2 ഇൻറ്റു 1 2 പ്ലസ് 1. അപ്പൊ ഫസ്റ്റ് ടേം 3 ആയി. പ്ലസ് ഇനി എത്രാമത്തെ ടേമാ വേണ്ടത്? ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോ 30ാമത്തെ ടേം. പറഞ്ഞാട്ടെ. 2 ഇൻറ്റു 30 60. 60 പ്ലസ് 1 61. 30/2 15 ഇൻറ്റു 60. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടത്തില്ലേ? അത് എത്ര എന്ന് പറഞ്ഞാട്ട്? തൊള്ളായിരത്തി 960. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. എഴുതിയാത്ത അക്ഷയക്ക് കണക്കിന് ആൻസർ മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. അടുത്ത ചോദ്യം 2 ചാപ്റ്ററുകളെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്തുവായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? 16ന്റെ എ പാർട്ട്. കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് 6 10 14 6 10 14 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് പരിഗണിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഓൾജിബ്രൈക് ഫോം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം ബീജഗണിത രൂപം എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ അത് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ആളുകളെയൊക്കെ ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് ടേം ഈക്വൽ ആദ്യ പദം സമം എഫ് ഈക്വൽ 6. അതെ. കോമൺ ഡിഫറൻസ് ഈക്വൽ ഡി ഈക്വൽ 10 - 6 ഈക്വൽ ഓൾജിബ്രിക് ഫോം ബീജഗണിത രൂപം സമം xn ഈക്വൽ f പ്ലസ് n-1 ഇൻറ്റു ഡി. അപ്പൊ എഫിന്റെ വില 6 പ്ലസ് n-1 ഇൻറ്റു ഡിയുടെ വില 4. അപ്പൊ 6 ബ്രാക്കറ്റ് ഗുണിക്കുന്നു n ഇൻറ്റു 4 4n -1 ഇൻറ്റു 4 -4. അപ്പോൾ 4n 6 - 4 എന്തോ 2 +2. അപ്പോൾ ബീജഗണിത രൂപം ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് xn ഈക്വൽ 4n + 2. ഇങ്ങനെയാണ് സാറേ കിട്ടിയത്. കൈയോർത്തിക്ക്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എഴുതിയെടുക്കണോ? ഇത് ഇപ്പോൾ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന പാർട്ട് എഴുതിയെടുക്കണോ? ആർക്കെങ്കിലും എഴുതിയാട്ട വേഗം. അക്ഷയയുടെ ഈ പാർട്ടിന്റെ ആൻസർ കറക്റ്റ് ആണോ? ഹൗ മെനി ടേംസ് ഓഫ് ദിസ് സീക്വൻസ് എന്ന് വെച്ചാൽ ഈ സീക്വൻസിന്റെ തന്നെ ഏത് സീക്വൻസിന്റെ തന്നെ 6 10 14 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന ഈ സീക്വൻസിന്റെ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ്
must be added to get 880 as the sum. ഈ 6, 10, 14 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ എത്രയോ കുറെ ടേമുകളെ കൂട്ടിയപ്പോ എന്ത് കിട്ടി? സമ്മ് 880 എന്ന സമ്മ് കിട്ടി. എങ്കിൽ എത്ര ടേമുകളെയാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, പിന്നെ ആരാ? പിന്നെ ആരാ? ഓൾജിബ്രയാണ്. എത്ര ടേമുകളെ കൂട്ടുമ്പോഴാണ് 880 എന്ന സമ്മ കിട്ടുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, പിന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ആരാണ്? നോക്ക, ബുക്ക് അടച്ചു വെച്ചിട്ട് ബോർഡിലേക്ക് നോക്കാം. സം ഈക്വൽ എസ് എൻ ഈക്വൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. ഓരോരുത്തരുടെ ആയിട്ട് വില കൊടുക്കാം. എസ് എൻ എത്രയാണ്? എസ് എൻ മീൻസ് സമ്മ 880 ഈക്വൽ n/2. അറിയാവോ? ഇല്ല. അപ്പൊ അത് n/2 തന്നെ. n/2 ഇൻറ്റു 2 ഇൻറ്റു എയുടെ വില 6 പ്ലസ് n-1 തന്നെ ഇൻറ്റു ഡി 4. അപ്പോൾ 880 ഈക്വൽ n/2 ഇൻറ്റു 2 ഇൻറ്റു 6 2 ഇൻറ്റു 6 12. അഭയദേവ് ഇവിടെ 12 പ്ലസ് ബ്രാക്കറ്റ് ഗുണിക്കുന്നു n ഇൻറ്റു 4 4n മൈനസ് 1 ഇൻറ്റു 4. ഓക്കെ. അപ്പോൾ 880 ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു n ഉള്ള ടേം ഡി നമ്മളെടുത്ത് ആദ്യം എഴുതി 4n 12 മൈനസ് 4. ഇനി അതും അറിയത്തില്ല. 8 പ്ലസ് 8 മൈനസ് 8 പ്ലസ് 8. അപ്പോൾ 880 ഈസ് ഈക്വൽ ടു ഈ n/2 അകത്തോട്ട് ഗുണിക്കുന്നു. n/2 ഇൻറ്റു 4n പ്ലസ് n/2 ഇൻറ്റു 8. അപ്പോൾ 880 ഈസ് ഈക്വൽ ടു ഈ 4ഉം ഈ 2 കൂടെ വെട്ടിയാൽ 2. അപ്പൊ 2 n ഇൻറ്റു n. ഈ 2ഉം ഈ 8 കൂടെ വെട്ടിയാൽ 4 4n ആണോ? അപ്പൊ ഇതിന്റെ ഓർഡറിൽ എഴുതിയാൽ 2n² പ്ലസ് 4n ഈക്വൽ 880. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കണമെങ്കിൽ എന്താണ് മാർഗം? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കണമെങ്കിൽ എന്താണ് മാർഗം? 0. അതുകൊണ്ട് ഈ 880 കൂടെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരണം. പറഞ്ഞാട്ടെ. 2n² പ്ലസ് 4n മൈനസ് 880 ഈക്വൽ 0. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാവുന്നുണ്ടെങ്കിൽ ആദിദേവിന്റെ ബുക്കിൽ ഞാൻ കിഴക്കേ എഴുതറിയാൻ പറഞ്ഞേക്കാം. ഇതിനകത്ത് വന്നിരിക്കുന്ന നമ്പറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? എല്ലാം 2, 4, 880 എല്ലാവരും എത്രന്റെ മൾട്ടിപ്പിൾ ആണ്? 2ന്റെ മൾട്ടിപ്പിളാ. അപ്പൊ മൊത്തത്തിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡഡ് ബൈ 2 പറഞ്ഞാട്ടെ. 2n² 2 പ്ലസ് 4n/2 മൈനസ് 880 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ 2 2 കട്ട് ചെയ്ത് പോയി n². 4ഉം 2 കൂടെ കട്ട് ചെയ്താൽ 2n മൈനസ് 440 ഈക്വൽ ഇതാരാണ്?
അതും അറിയത്തില്ല. ഈ എഴുതി വെച്ചേക്കുന്ന n² പ്ലസ് 2n മൈനസ് 440 ഈക്വൽ 0 ആരാണ്? ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആരാണ്? മാർക്ക് കുറഞ്ഞതിന് പ്രത്യേകിച്ച് കാരണമൊന്നും അന്വേഷിക്കണ്ട, അഗാധ പാണ്ഡിത്യമാണ് എല്ലാവർക്കും. ax² പ്ലസ് bxa പ്ലസ് c ഈസ് ഈക്വൽ ടു 0. ഇനി ഇത് സോൾവ് ചെയ്യാൻ അറിയാവൂ? ഇത്ര എഴുതിയിട്ട് ഒന്ന് സോൾവ് ചെയ്താട്ടെ. സെക്കൻഡ് ഡിഗ്രിയുടെ സോൾവിങ് അറിയാവുന്നവരും അറിയാൻ വയ്യാത്തവരും എല്ലാവരും ഇവിടെ നോക്കിയിരിക്കാം. നമ്മൾ ആദ്യം ഇത് കമ്പയർ ചെയ്തിട്ട് 3 പേരുടെ വില എഴുതണം. അറിയാവുന്നവരും അറിയാൻ വയ്യാത്തവരും എല്ലാവരും ഇവിടെ നോക്കിയിരിക്കാം. ഇത് കമ്പയർ ചെയ്തിട്ട് എത്ര പേരുടെ വില എഴുതണം? ആരൊക്കെയാണ് 3 പേര്? എ ഈക്വൽ നന്നായിട്ടുണ്ട്. x² കോയഫിഷ്യന്റിനെ വിളിക്കുന്ന പേരാണ് എ. ഇവിടെ പറയുമ്പോ n² കോയഫിഷ്യന്റിനെ വിളിക്കുന്ന പേരാണ് എ. നമ്മുടെ പ്രോബ്ലത്തിൽ n² മുമ്പിൽ നമ്പർ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ എത്രയായി? 1. എത്രയായി? 1. അപ്പൊ എയുടെ വില 1. അടുത്തത് ബി. എക്സിന്റെ കോയഫിഷ്യന്റ് ആണ് ബി. ഇവിടെ പറയുമ്പോ എന്നിന്റെ കോയഫിഷ്യന്റ് ആണ് ബി. എന്നിന്റെ കോയഫിഷ്യന്റ് എത്ര? 2. അപ്പൊ ബിയുടെ വില 2. അടുത്തത് സി. ആരാണ് സി? കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് സി. ഇവിടുത്തെ കോൺസ്റ്റന്റ് -440. ഇത് 3 എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി അടുത്ത ആരെ കണ്ടുപിടിക്കുന്നു? b² മൈനസ് 4ac. ഇതിന് എന്തോ ഒരു പേര് പറയും. ഇതിന്റെ പേര് ജൂനിയർ മണ്ടറൊക്കെ എന്തോ ക്വാഡ്രാറ്റിക് ഫോർമുലയോ? ഹെറോൺസ് ഫോർമുല. അതാണ് കറക്റ്റ് ആയത്. ഇതിന്റെ പേരാണ് ഡിസ്ക്രിമിനന്റ്. ഇതിന്റെ പേര് ഡിസ്ക്രിമിനന്റ്. അപ്പോ 2ന്റെ സ്ക്വയർ മൈനസ് 4 × 1 × -440. 2ന്റെ സ്ക്വയർ 4 മൈനസ് 4 × 1 4. ലാപ്ടോപ്പ് പറഞ്ഞു പോയേനെ. 4 × 44. 4 × 44 അല്ലെ 44 × 4. 4 16 ശിഷ്ട 1 4 16 1 17. എത്ര വരും? 176. ഒരു 0 കൂടെ ചേർക്കണം. ചിഹ്നം മൈനസ്. അതെങ്ങനെ മൈനസ് പറഞ്ഞേ? ആ ബ്രാക്കറ്റിനകത്ത് ഗുണിക്കാനുള്ളവരിൽ ഒരാള് മൈനസ് ആയതുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് എന്ത് വന്നത്? -1. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 1760. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോ 1760. അപ്പോൾ ഞാനൊരു നോട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. b² മൈനസ് 4ac കിട്ടുന്ന വില ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് അവസാനം എത്തുമ്പോ നിങ്ങൾക്ക് 2 ഡിഫറന്റ് സൊല്യൂഷൻസ് കിട്ടും. 2 ഡിഫറന്റ് സൊല്യൂഷൻസ് കിട്ടും. ആരാ വന്ന്? അടുത്തത് റൂട്ട് ഓഫ് b² മൈനസ് 4ac. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? റൂട്ട് കണ്ടുപിടിക്കണം. ആരുടെയാ? റൂട്ട് ഓഫ് b² മൈനസ് 4ac ഈക്വൽ റൂട്ട് ഓഫ് 1764. വല്ല ഐഡിയ ഉണ്ടോ?
ഏത് നമ്പറിനെ അതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1764 കിട്ടുന്നത്? റെഡിയില്ല. 10ന്റെ സ്ക്വയർ 100, 1000. 20ന്റെ സ്ക്വയർ 400. 30ന്റെ സ്ക്വയർ 900. 40ന്റെ സ്ക്വയർ 1600. 50ന്റെ സ്ക്വയർ 2000. അതെന്തിനാണ് ഇവരെ രണ്ടുപേരെ എഴുതിയത്? ഇവർക്ക് രണ്ടുപേർക്കും ഇടയ്ക്ക് വരുന്ന നമ്പരാണ് 1760. അങ്ങനാണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് 40നും 50നും ഇടയിലായിരിക്കും. അപ്പൊ ലൊക്കേഷൻ പിടികിട്ടി. ഇനി ആളെ കണ്ടുപിടിക്കാനുള്ള മാർഗം, ഇതിലെ അവസാനത്തെ നമ്പർ നോക്കാം. എത്ര? ഒരു നമ്പറിനെ അതിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സ്ക്വയർ കിട്ടുന്നത്. ഏത് നമ്പറിനെ അതുകൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ അവസാനം 4 വരും. ഒന്നുകിൽ 2 ഗുണം 2 ഗുണിച്ചാൽ 4 കിട്ടും. അല്ലെങ്കിൽ 8 ഗുണം 8 64 എന്ന് എഴുതുമ്പോഴും ഒരു 4 വരും. അപ്പൊ 2 ഓപ്ഷൻസ്, ഒന്നുകിൽ 42 അല്ലെങ്കിൽ 48. 42 ആണോ 48 ആണോ? 40 എങ്ങനെ മനസ്സിലായി? 40ന്റെ സ്ക്വയർ 1600. അപ്പൊ സ്വാഭാവികമായിട്ടും 42ന്റെ സ്ക്വയർ ഏകദേശം അതിനോട് അടുത്ത നമ്പരാ. നമ്മുടെ നമ്പർ എത്ര ഉണ്ടോ? 50 ആകുമ്പോ നമ്പർ എത്രയായി? 2500 അപ്പൊ ഒരു ലോജിക്കൽ ആലോചിച്ചാൽ ഏതായിരിക്കും ഉത്തരം? 40. അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാണ്? 42. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് എന്ത് സീക്വൽ ടു സാധാരണഗതിയിൽ എക്സ് സീക്വൽ ടു എന്നാണ് എഴുതുന്നത്. ഇവിടെ എഴുതുമ്പോ n സീക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ n ഈക്വൽ -b പറഞ്ഞാട്ടെ. b എത്രയായിരുന്നു? 2. അപ്പൊ -b -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac 42 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഏടെ വില 1. അപ്പൊ n ഈക്വൽ -2 പ്ലസ് ഓർ മൈനസ് 42 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2. ഇനി ഇത് എത്ര ആക്കി എഴുതണം? 2 ആക്കി എഴുതണം. അമൃതേ എത്ര ആക്കി എഴുതണം? 2 ആക്കി എഴുതണം. അപ്പൊ n ഈക്വൽ -2 പ്ലസ് 42 ബൈ 2 or n ഈക്വൽ -2 മൈനസ് 42 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ n ഈക്വൽ -2 പ്ലസ് 42. ഒരാള് നെഗറ്റീവ്, ഒരാള് പോസിറ്റീവ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് 42 2 കുറച്ചാൽ വലുതിന്റെ ചിഹ്നം പോസിറ്റീവ്. അപ്പൊ 40/2. അപ്പൊ n ഈക്വൽ 20. അപ്പുറത്ത് n ഈക്വൽ -2 മൈനസ് 42. രണ്ടുപേരും നെഗറ്റീവാ. അപ്പൊ കൂട്ടി എഴുതി അതേ ചിഹ്നം. അപ്പൊ എത്ര കിട്ടും? -44/2. അപ്പോൾ n ഈക്വൽ -22. നമ്മൾ ഈ പ്രോബ്ലത്തിൽ ആരെയാണ് n എന്ന് വിളിച്ചത്? ആർക്കറിയാം? കുറെ നേരം ചെയ്യാൻ തുടങ്ങിയത്. ആരെയാണ് n എന്ന് വിളിച്ചത്? ഇത്ര ടേമുകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന സമ്മിനെ കുറിച്ചാ ചോദ്യം. അപ്പൊ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേം ആണ്. അതിൽ n-ന്റെ വില 20 എന്നും കിട്ടി കീർത്തനെ, n-ന്റെ വില നിളയെ -22 എന്നും കിട്ടി. ഇതിൽ ഏത് വില നമ്മൾ എടുക്കും, ഏത് വില നമ്മൾ എടുക്കില്ല? 20 എടുക്കും,
എന്തുകൊണ്ട് 20 എടുക്കും, എന്തുകൊണ്ട് -22 എടുക്കത്തില്ല? ആ നമ്പർ ഓഫ് ടൈംസ് എന്തിൽ പറയില്ല. അപ്പൊ n ഈക്വൽ -22 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. therefore n ഈക്വൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 6, 10, 14 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ 20 ടേമുകളെ അഭിരാമി ആഡ് ചെയ്യുമ്പോഴാണ് 880 880 എന്ന് പറയുന്ന എന്ത് കിട്ടുന്നത്, സമ്മ് കിട്ടും. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാത്തോന്നും ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഈ കണക്ക് കാണുവാണ്. ഇതേപോലെ 3 or 4 ക്വസ്റ്റ്യൻ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. വേഗം എഴുതിയെടുത്താട്ടെ. ഈ കണക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ.